ഇന്നത്തെ സാഹചര്യത്തില് നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ഒരുപാടങ്ങ് ഭയങ്കരമായിട്ട് വൈഡായിപ്പോയി, അല്ലെങ്കിൽ ഒരുപാട് അകന്നു പോയി. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അകന്നു പോയത്? മൊബൈൽ ഫോൺ അല്ലെ. നമുക്കൊരിക്കലും അത് ഒഴിവാക്കിയിട്ടുള്ള ഇനിയുള്ള കാലഘട്ടത്തിൽ അത് ഒഴിവാക്കാൻ ഒരിക്കലും പറ്റൂല. പക്ഷേ ഈ മൊബൈൽ ഫോണിന്റെ കടന്നു വരവോട് കൂടിയിട്ട് പരസ്പരമുള്ള സംസാരം കുറഞ്ഞു. പരസ്പരം എന്താ പറയാ, ഒന്ന് കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് പോലും കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് പോലും തല കുനിച്ചിട്ടായിരിക്കും എന്തെങ്കിലും മറുപടി പറയാം. പലപ്പോഴും പറയുന്നത് കേൾക്കുന്നുണ്ടാവില്ല. വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞാലും മക്കൾ ഇതൊന്നും കേൾക്കൂല. അവർ കംപ്ലീറ്റ്ലി ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കളിക്കുകയായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് മനസ്സുകൾ തമ്മിൽ ഒരുപാട് ദൂരത്താണുള്ളത്. ഒരുപക്ഷെ പെട്ടെന്ന് അടുക്കാനുള്ള പല സാഹചര്യങ്ങളും ഇന്ന് നമ്മളൊക്കെ കയ്യിൽ നിന്ന് പോയി. ഇനിയുള്ളത് എന്താണ്? ഇനിയുള്ള നമ്മുടെ മക്കളെയെങ്കിലും നമ്മൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിന്ന് വളർത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എന്റെ കുട്ടിയെ, നിങ്ങളെ ഓരോ മക്കളെയും നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. അതായത് ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ, ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും, എന്റെ ക്ലാസ് കേട്ട് നിങ്ങൾ സ്പോട്ടിൽ മാറണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടണം എന്നൊന്നുമില്ല. പക്ഷെ പറയുന്നത് എന്തായാലും ആ ഒരു സെഷൻ ആണെങ്കിലും ഇനി ഒരു പോയിന്റ് ആണെങ്കിലും ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ മതി. ഇങ്ങനെയാണ് ഇത്, അതുകൊണ്ട് ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ് മാത്രം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി എന്ന് പല സെഷനിലും ഞാൻ പറയാറുണ്ട്. അതേപോലെ പറയാണ്, നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മക്കളിലേക്ക് ഒന്ന് നോക്കുക. ഒരു പക്ഷെ ഓരോ കുട്ടിയും വ്യത്യസ്തമായിട്ടായിരിക്കും വളർന്നു വരുന്നത്. അവരുടെ ക്യാരക്ടർ ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ പഠന രീതികൾ ഡിഫറെന്റ് ആയിരിക്കും, അവർ നമ്മളോട് പെരുമാറുന്നത് ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ കൾച്ചർ ഡിഫറെന്റ് ആയിരിക്കും, അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ അറ്റൻഷൻ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ ഓരോന്നിലും നമുക്ക് ആ വ്യത്യസ്തതനെ കാണാൻ പറ്റും. അപ്പൊ ഈ വ്യത്യസ്തതനെ കാണുന്ന സമയത്ത് ആ വീട്ടിലെ നമ്മുടെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുന്നത് ഏത് കുട്ടിയിലാണ് എന്ന് നോക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടി വരുന്നത്, ഏറ്റവും കൂടുതൽ ഷൗട്ട് ചെയ്യേണ്ടി വരുന്നത്, ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് എന്തൊക്കെയോ സംസാരിക്കേണ്ടി വരുന്നത്, പല സമയത്തും നമുക്ക് സങ്കടം വരുന്നത് ഏത് കുട്ടിയെ ബേസ് ചെയ്തിട്ടാണ് എന്ന് നോക്കുക. എന്നിട്ട് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുക, ഇത്രയും കാലം ഇതേപോലെ ഞാൻ പറഞ്ഞിട്ട് അവന് ഒരു മാറ്റവും വന്നില്ല. ഇനി ആ കുട്ടിയാണോ മാറേണ്ടത്, അതോ ഞാനാണോ മാറേണ്ടത്? എന്റെ സംസാരമാണോ മാറ്റേണ്ടത്, എന്റെ ഇടപെടലാണോ മാറ്റേണ്ടത് എന്ന് ഒരൊറ്റ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ശരിക്കും നമ്മൾ പറയുന്നത് മനസ്സിലാവുന്ന കുട്ടിയായിരുന്നുവെങ്കിൽ, നമ്മൾ പറയുന്നത് അതേപോലെ കേൾക്കാൻ റെഡി ആയ ഒരു കുട്ടിയായിരുന്നുവെങ്കിൽ ആ കുട്ടിയിൽ മാറ്റം വരാൻ സമയമായോ? ആയില്ലേ? അപ്പൊ ഞാനിപ്പോ പറഞ്ഞൊരു കാര്യം നിങ്ങളിലേക്കൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിക്കേ. അതായത് നിങ്ങളെ വീടിനുള്ളിലെ നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ഇന്ന് പറഞ്ഞ ഒരു കാര്യം നാളെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് എങ്കിൽ അത് ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല എന്നല്ല, ആ കുട്ടിക്ക് മനസ്സിലാവേണ്ട രൂപത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? അങ്ങനെ ആവുമ്പോ എന്താക്കാൻ പറ്റും? നമുക്ക് നമ്മളെ തിരുത്താൻ പറ്റും. നമ്മൾ പറയുന്ന ടോണിൽ പോലും ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ പറയുന്ന സമയത്ത് നമ്മൾ ആരും അതെന്താക്കില്ല, അതിലേക്ക് ഫോക്കസ് ചെയ്യില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞു പോവും. ഇപ്പൊ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ ചിലപ്പോൾ അങ്ങനെ സംസാരിച്ചു പോവും. ഞാൻ അറിയുന്നില്ല എന്റെ ബാക്കിയുള്ളവർ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമുണ്ടോ, അവർ എന്റെ സദസ്സിലുണ്ടോ, ഇതൊന്നും ഞാൻ നോക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിലേക്കൊന്ന് നോക്കിയിട്ട് ഞാൻ പറയുന്ന രീതി, മുസ്തഫ എന്ന് പറയുന്ന ആള് ഒന്നും എൻ്റർ ചെയ്തു, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. മുസ്തഫ എന്ന് പറയുന്ന പേരിൽ ആരാ കേറി എന്ന് സംസാരിക്കോ? ആരാ മുസ്തഫ എന്ന് പറഞ്ഞു? എന്താണ്? ഓക്കെ, ഒന്ന് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. നിങ്ങൾ അറിയാതെ മൈക്ക് അൺമ്യൂട്ട് ആയി പോകുന്നുണ്ട്. അപ്പൊ പുറത്തുള്ള നിങ്ങളെ ശബ്ദമൊക്കെ ഞങ്ങൾ എല്ലാരും കേൾക്കുന്നുണ്ട്. താഴെ മൈക്കിന്റെ ഒരു ഓപ്ഷൻ ഇല്ലേ, ജസ്റ്റ് അതൊന്ന് ടച്ച് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.
ഇനി അത് ഓട്ടോമാറ്റിക് ടച്ച് ആയി പോവാതെ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ അവിടെ സംസാരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന ഒരു രീതിയിൽ ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ രീതി നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. ഒരുപാട് ചില പാരന്റ്സ് പറയുന്നത് കേൾക്കാം, ഭയങ്കര ഇപ്പോ ഈ അടുത്ത് ഒരു കുട്ടിയെ ഒരു പാരന്റ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് ആ കുട്ടിയെ അടുത്ത് ഞാൻ ചോദിച്ചു, മോനെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് എന്താണ്? ആ കുട്ടിയുടെ പാരന്റ് ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, കുറ്റപ്പെടുത്തി പറയല്ല, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. അപ്പം മോൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് എന്താ എന്ന് ചോദിച്ച സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? നീ മൂത്തതല്ലേ, നീ മൂത്തതല്ലേ, ഇതാ ഏറ്റവും കൂടുതൽ അവൻ കേൾക്കുക. അപ്പൊ അവന്റെ താഴെയുള്ള കുട്ടികള്, അവന്റെ താഴെയുള്ള ആൾക്കാർ, അവന്റെ സഹോദരങ്ങള് എന്ത് ചെയ്താലും പാരന്റ്സ് അറിയാതെ പറയും എന്ത്, മൂത്ത ആളോട്, ഈ മൂത്ത അല്ലേ, നിനക്കൊന്ന് വിട്ടുകൊടുത്താൽ എന്താ, അല്ലെ? നമ്മള് ഓക്കെ അത് വിട്ടുകൊടുക്കാൻ വേണ്ടി പറയണതാ, പക്ഷെ കുട്ടിയുടെ മനസ്സിൽ എന്തായി, അതൊരു നെഗറ്റീവ് ഇമേജ് ആയിട്ട് അവിടെ കിടക്കും. അപ്പൊ ഞാൻ ഇത് ചോദിച്ച സമയത്ത് ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇത് കേൾക്കുമ്പം എന്താ തോന്നുക, അത് ഇഷ്ടമുണ്ടോ ആ വാക്ക് കേൾക്കണം? അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് ഒരു താല്പര്യമില്ല, തീരെ ഇഷ്ടമില്ല എന്നുള്ള രൂപത്തിൽ സംസാരിച്ചു. കാരണം ഇഷ്ടമുണ്ടാവില്ല, ഏത് സമയത്തും മൂത്തത് എന്നുള്ള പരിഗണന കിട്ടി കിട്ടി അവൻ എന്തായി പോയി, ആ നെഗറ്റീവ് സെറ്റിലേക്ക് അവൻ മാറി. ഞാൻ പാരന്റ്സിന്റെ രണ്ടുപേരെ ഇരുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി അവൻ ഇതുവരെ കേട്ട മൂത്തത് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ മൂത്തത് എന്ന് പറയുന്ന അവന്റെ ആ ഒരു അവന് കിട്ടുന്ന ആ ഒരു അംഗീകാരം എന്തിനു വേണ്ടിയിട്ടുള്ള അംഗീകാരം? ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അംഗീകാരമാണ്. അതായത് അനിയന്മാര് എന്തെങ്കിലും കച്ചറകൾ ഉണ്ടാക്കുന്ന സമയത്ത്, അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അവൻ അത് കിട്ടുന്നതിൽ നിന്നും അവനെ വിലക്കിയിട്ട് അത് മേടിച്ചെടുക്കുന്ന രൂപത്തിലുള്ള മറുപടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ അവന് മൂത്തത് എന്നുള്ള പരിഗണന കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, അവന് മൂത്തത് എന്ന് ഉത്തരമായ സ്റ്റേജിലേക്ക് അവന്റെ ആ ഒരു പൊസിഷനെ നിങ്ങൾ മാറ്റണം. എങ്കിൽ മാത്രമേ അവന് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുള്ളൂ. നമ്മളെ കുട്ടികൾ എന്ന് പറയുന്നത് അവരെന്താണോ നമ്മളിൽ നിന്ന് കാണുന്നത്, കേൾക്കുന്നത്, അനുഭവിക്കുന്നത്, അത് തന്നെ അവർ കോപ്പി ചെയ്യും. നല്ലതാണെങ്കിൽ നല്ലത് കോപ്പി ചെയ്യും, മോശമാണെങ്കിൽ മോശമായത് മാത്രമേ കോപ്പി ചെയ്യുള്ളൂ. അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് പലതരത്തിലുള്ള സ്വഭാവ പ്രശ്നങ്ങളും കുട്ടികൾ കാണിക്കും. സ്വഭാവ പ്രശ്നം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, തർക്കുത്തരം പറയും, ദേഷ്യപ്പെടും, എന്ത് പറഞ്ഞാലും അനുസരണക്കേട് കാണിക്കും, ഒരു കാര്യത്തിലും ശ്രദ്ധ ഇല്ലാത്ത അവസ്ഥ വരും. ഒരു കാര്യം ഒരുപാട് തവണ പറഞ്ഞാലും കുട്ടികൾ മൈൻഡ് ചെയ്യാത്ത അവസ്ഥ വരും. അപ്പൊ ഇതൊക്കെ സ്വഭാവ പ്രശ്നങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ ഈ സ്വഭാവ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പാരന്റിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തേലും പറഞ്ഞോ? എന്താണ്? നാളെ ക്ലാസ് ഉണ്ടാവോ? ഈ ക്ലാസ് ആണോ? നാളെ ഉണ്ടാവില്ല. ഇന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ ആ കുട്ടിയുടെ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ആ സമയത്ത് മനസ്സിലാവില്ല. അപ്പൊ മനസ്സിലാവാതെ വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, നമുക്ക് അവരുമായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ കട്ടാവും. അപ്പൊ ഞാൻ ഇപ്പോ ഈ ഒരു അതായത് ഹീലിംഗ് ആണെന്ന് നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞു, ഹീൽ ചെയ്യപ്പെടുന്ന ഒരു മനസ്സിനല്ലാതെ ഇതൊന്നും മുറിവുകളെ മായ്ച്ചു കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കാതെ ഇതൊന്നും മാഞ്ഞു പോവില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും കുട്ടികൾ, അവർക്ക് ആ ഒരു സമയം കഴിഞ്ഞാൽ അവരതങ്ങ് മറന്നുപോയി, അവര് വലുതായി, അവര് എന്തായിക്കോളും, അത് ഓക്കെ ആയിക്കോളും എന്ന്. പക്ഷെ ഒരിക്കലും ഓക്കെ ആവില്ല. ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാണ്. പല പ്ലാറ്റ്ഫോമിലും ഞാനത് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ ആവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റും. കുറെ വർഷങ്ങൾക്ക് ശേഷം, അതായത് എനിക്ക് കുട്ടികളൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു തെറപ്പി ഉണ്ടായിരുന്നു, ഫോർഗീവ്നെസ് തെറപ്പി എന്ന് പറയുന്ന. മാപ്പ് കൊടുക്കുക, നമ്മളെ വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുക്കുക, മാപ്പ് കൊടുത്ത് നമ്മളെ മനസ്സിനെ ഒന്നുകൂടി സ്വതന്ത്രമാക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം. ഈ ഒരു മാപ്പ് കൊടുക്കുന്ന പ്രോസസ്സിൽ ഞാൻ എത്തിപ്പെട്ട സമയത്ത്
അവിടെ ഈ ഒരു സംഭവം ആ ഒരു തെറപ്പി ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സ്, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് നമ്മളെ ചെറുതെങ്കിലും വേദനിപ്പിച്ച ഓരോരുത്തരുടെ മുഖങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് എന്റെ മനസ്സിലൂടെ പോയത് മുഴുവൻ എന്റെ ഉമ്മയുടെ ഫേസ് ആയിരുന്നു. ഉമ്മയെ കുറ്റം പറയല്ല, പക്ഷേ അന്ന് ഒരു പക്ഷേ എന്നെ ദേഷ്യപ്പെട്ട, എന്നെ അടിച്ച, ഉമ്മന്റെ ഫ്രസ്ട്രേഷൻ എപ്പോഴൊക്കെ തീർത്ത ആ ഒരു കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള ആ മുറിവുകള് മൂലം എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഉമ്മയോടുള്ള നെഗറ്റീവ് ഇമേജ് ആയിരുന്നു ആ സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നത്. അന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് ശരിക്കും എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ആ കുട്ടിക്കാലത്ത് നടന്ന, വലുതാകുമ്പോൾ എന്തായാലും അടിയും ഒന്നും കിട്ടില്ലല്ലോ, പക്ഷെ കുട്ടിക്കാലത്ത് നടന്ന സംഭവങ്ങള് അത്ര ക്ലിയർ പിക്ചറിൽ അത്രയും കാലം മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് ശരിക്കും ആ ഒരു സെഷനിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. അതിന്റെ ശേഷം പിന്നെ ഇന്ന് വരെ ഉമ്മ എന്ത് പറയുമ്പോഴും അതെനിക്ക് നെഗറ്റീവായിട്ട് തോന്നാറില്ല. ഞാൻ ആ സമയത്ത് ഉമ്മാനെ മനസ്സിലാക്കും. കാരണം ഉമ്മയുടെ ആ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു വിട്ടു, ചെറിയ പ്രായത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് കൂടി പെട്ടെന്ന് പെട്ടെന്ന് കുട്ടികളായി. അപ്പൊ ആ സമയത്ത് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ആയിരിക്കാം മേ ബി അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മകളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ടല്ലേ ശരിക്കും അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ എത്തിയത്. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ കുട്ടിക്കാലം ഇന്നും ചിലപ്പോൾ മുറിവിലൂടെ കടന്നു പോകുന്നവരുണ്ടാവാം. ഞാൻ ഹീല് ചെയ്യപ്പെടുന്ന സമയത്ത്, ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് പൊട്ടി പൊട്ടി അട്ടഹസിച്ച് കരയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ലേഡീസിനും ജെന്റ്സിനും പ്രായമായവരും അല്ലാത്തവരും ഒക്കെ ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ? ഒരുപാട് വർഷങ്ങള് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലിട്ട് കൊണ്ട് നടന്ന മുറിവുകളാണ്. ഈ മുറിവുകൾ ഉണ്ടായത് എവിടെ നിന്നാ? പലപ്പോഴും പാരന്റ്സിന്റെ സംസാരത്തിൽ നിന്നായിരിക്കാം, പാരന്റ്സ് കൊടുത്ത ചില അനുഭവങ്ങളിൽ നിന്നായിരിക്കാം. അപ്പൊ ഇതൊക്കെ മാറ്റിയിട്ടില്ല എങ്കിൽ ഒരാൾക്കും അയാളുടെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളോ കഴിഞ്ഞ This call കാലഘട്ടത്തിലെ is കുട്ടികളോ now being ആരായാലും, recorded. നമ്മളിപ്പോ പഴയ കാലത്ത് This ജീവിച്ച call is now taking ആൾക്കാരാണെങ്കിൽ notes. അന്ന് നമ്മളെ പാരന്റ്സ് നമ്മളെ വളർത്തിയതിന്റെ ആ ഒരു ഇമ്പാക്ട് ഇന്നും നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അല്ലെ? ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയതെങ്കിൽ അതേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റിങ് ഇന്നും നമ്മൾ നമ്മളെ കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. എക്സ്പ്രസ് ചെയ്യാത്ത പാരന്റ്സ് ആയിരുന്നുവെങ്കിൽ, ഒന്ന് കെട്ടിപ്പിടിക്കാത്ത, ഒരു ഉമ്മ തരാത്ത, ഒന്ന് ചേർത്ത് പിടിക്കാത്ത, ഒന്ന് എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ സപ്പോർട്ട് ചെയ്യാത്ത ഒരു പാരന്റിങ് കിട്ടിയാണ് നിങ്ങൾ വളർന്നതെങ്കിൽ നമ്മൾ പോലും അറിയാതെ അതേ പാരന്റിങ് നമ്മളെ കുട്ടികളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇതാരും തിരിച്ചറിയുന്നില്ല. എനിക്ക് എന്തുകൊണ്ടാണ് എനിക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്? ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള, വളരെ ഡീപ്പായിട്ട് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെടുത്ത് കളഞ്ഞിട്ടില്ല എങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 10 വയസ്സിന് മുന്നേ, ഇനിയിപ്പോ നിങ്ങളെ കുട്ടികൾ ഏത് ഏജ് ആണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്റെ മക്കളൊക്കെ വലിയ ആൾക്കാരായി. പക്ഷെ വലിയ ആളായതിന്റെ ശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു തിരിച്ചറിവ് കിട്ടിയത്. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കും, ആ ഒരു സമയത്ത് ഒരു ഗൈഡൻസ് ആരെങ്കിലും ഒന്ന് തന്നിരുന്നുവെങ്കിൽ, ആരെങ്കിലും ഒന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിരുന്നുവെങ്കിൽ, കുറച്ചെങ്കിലും ഒരു അറിവ്, തിരിച്ചറിവ് തന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാമായിരുന്നു. പക്ഷെ ഇനിയെങ്കിലും ഇത് കേൾക്കുന്ന, എന്റെ വോയിസ് കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ മക്കള് 10 വയസ്സിന് താഴെയുള്ള കുട്ടികള് നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ആ കുട്ടികളെടുത്ത് നമ്മൾ ഇടപെടേണ്ട ഒരു രീതിയുണ്ട്. ഉം പലപ്പോഴും അവരുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് ആ ഒരു ഏജിലായിരിക്കാം. 10 വയസ്സ് വരെയുള്ള ഏജ്, 7 വയസ്സ് വരെ എന്നാണ് പറയാ. ആ 10 വയസ്സ് വരെ നമുക്ക് കൂട്ടാം. ആ ഒരു സ്റ്റേജില് ആ കുട്ടിക്ക് എന്താണോ കിട്ടുന്നത്, ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മളിപ്പോ ഒരു കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയാതെ പറയാണ്, ഇപ്പൊ അത് ഉണ്ടോ? വെറുതെ പോയി ആ കുട്ടീന്റെ കോൺഫിഡൻസ് ചിലപ്പോ അത്രയും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വളരെ എന്താ പറയാ, മനസ്സ് അറിഞ്ഞു പറയാണ് സമയമില്ല, ഇത് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞോ എന്ന് പറയുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടു, നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്ലോക്കായി അല്ലെ? പലപ്പോഴും ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ അവരെ കേൾക്കാൻ, അവർക്ക് പറയാൻ മടുപ്പില്ലാതെ അവരെ കേൾക്കാനുള്ള ആരൊക്കെയോ അവരുടെ ജീവിതത്തിൽ കണ്ടുമുട്ടും.
അങ്ങനെ കണ്ടുമുട്ടുന്നവരാണ് പിന്നെ അഫെയറിലേക്കും മറ്റതിലേക്കും പിന്നെ ഒളിച്ചോട്ടത്തിലേക്കും ഒക്കെ പോകുന്നത്. ഇതൊക്കെ ഉണ്ടാവുന്നത് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കേണ്ടത്. അപ്പം എന്റെ ഭാഗത്ത് നിന്ന് ഇനി ഏത് രൂപത്തിലുള്ള ഇടപെടലുകളാണ് ഞാൻ ഉണ്ടാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, 10 വയസ്സ് വരെയുള്ള കുട്ടിയെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയാ, ഓക്കെ ചെയ്തോ, ഉഷാറാവും, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. ആ കുട്ടിക്ക് നമ്മളിലൂടെ വരുന്നത് ഒരു ട്രസ്റ്റ് ആണ്. എന്ത് വന്നാലും ഇനിയിപ്പൊ അത് തെറ്റി ഫ്ലോപ്പ് ആയി പോയാലും എന്റെ രക്ഷിതാവ്, എന്റെ ഉപ്പ, എന്റെ ഉമ്മ എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് ആ കുട്ടിയുടെ ഉള്ളിലുണ്ടാവും. അതേപോലെ തന്നെയാണ് വലുതായി കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും, പലതും ഹൈഡ് ചെയ്യുന്ന കുട്ടികളും ഉണ്ടാവും. ഹൈഡ് ചെയ്യുന്നതിന്റെ കാരണം എന്തായിരിക്കും? പറഞ്ഞാൽ എന്റെ ഉപ്പയും ഉമ്മയും അത് ഏത് രൂപത്തിൽ, അച്ഛനും അമ്മയും ഏത് രൂപത്തിലായിരിക്കും അത് എടുക്കുക. ചിലപ്പം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു സ്ട്രെസ് ഉള്ള സമയത്ത് കുട്ടികൾ ഇതേപോലെ എന്തെങ്കിലും പറഞ്ഞപ്പോ നമ്മള് ചിലപ്പം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ അവരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടാവാം. ഈ ഒരു ഇമേജാണ് അവരുടെ മൈൻഡിൽ ഉണ്ടാവുക. ഇത് മാറ്റിയെടുക്കേണ്ടത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എല്ലാവർക്കും ലോകത്തിൽ എല്ലാവർക്കും ഈ പറഞ്ഞ ഹീലിങ്ങോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ ഒന്നും കിട്ടിയെന്ന് വരൂല. ഓരോരുത്തരും ഇങ്ങനെ, ഇപ്പൊ നമ്മളിൽ തന്നെ എത്ര പേർക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ വളർന്ന് വളർന്ന് ഓരോ സ്റ്റേജും കടന്നുപോയി നമ്മുടെ ജീവിതത്തിൽ, നമ്മളെ ദാമ്പത്യത്തില്, നമ്മളെ പാരന്റിങ്ങില് ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും എനിക്ക് കിട്ടിയത് മറ്റൊരാൾക്ക് കിട്ടല്ലേ എന്ന് വിചാരിച്ച് ഏറ്റവും നല്ല പാരന്റിങ് കൊടുക്കുന്ന അപൂർവം ആളുകളേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും അതേ കോപ്പി ചെയ്ത സാധനം ഇപ്പുറത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി അത് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ കുട്ടികളോട് നമ്മൾ പെരുമാറുമ്പോൾ, കാരണം നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത് അതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുക. പക്ഷെ അത് നമുക്കറിയില്ല. ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ പ്രയാസത്തിലാണ്, എൻ്റെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലാണ്. പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ കുട്ടീനോട് എക്സ്പ്രസ് ചെയ്യും? എൻ്റെ കുട്ടിയെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? നമുക്ക് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല. വീട്ടില് ചിലപ്പോൾ ജോയിന്റ് ഫാമിലി ഒക്കെ ആകുമ്പോൾ പലപ്പോഴും സ്നേഹം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. ആ എക്സ്പ്രസ് ചെയ്യാൻ ഓരോ ദിവസവും നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വന്ന് വന്ന് അത് ഓരോ ഏജ് ഇങ്ങനെ കഴിഞ്ഞു പോകും. ചെറിയ കുട്ടിയായ ആ കുട്ടി പിന്നെ വലിയ ആളാവും. വലിയ ആളാവുമ്പോൾ നമുക്ക് ഇതിനോടൊക്കെ ചിലപ്പോൾ മടി വരും. ആ കുട്ടിക്കും മടി വരും. ഒരു പാരന്റിങ് ക്ലാസ് കേട്ട് ഒരു രക്ഷിതാവ് പറഞ്ഞു, ഞാൻ എൻ്റെ മോനെ പോയി കെട്ടിപ്പിടിച്ചു, അവൻ ഓടി രക്ഷപ്പെട്ടു എന്ന്. ഓടി രക്ഷപ്പെടാൻ കാരണം വേറൊന്നുമല്ല, ഇത്രയും കാലം ഇല്ലാത്തൊരു സംഭവം ഒരു സുപ്രഭാതത്തിൽ പോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരൂല. നമ്മളെ ഫീലിങ്സ്, നമ്മളെ ഇമോഷൻസ്, നമ്മളെ സങ്കടങ്ങള്, വേദനകള് നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ അതേപോലെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണമായിരുന്നു. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് ഒരു കുട്ടി വന്ന സമയത്ത് ആ കുട്ടി സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടാ വന്നത്. എന്തോ ഒരു അഫെയർ കേസ് ഫെയിലിയർ ആയതിന്റെ പേരില് ചെക്കൻ ഉപേക്ഷിച്ചു പോയപ്പോ നേരെ എടുത്തിട്ട് ഒറ്റ മുറിയാ, കൈയിന്റെ നടു മൊത്തത്തിൽ അങ്ങ് കീറി 14 സ്റ്റിച്ചും കയ്യിലിട്ടിട്ട് വരിക. വന്നു കഴിഞ്ഞ് നമ്മളെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി ഇരിക്കുമ്പോ ആ കുട്ടി കയ്യിലെ സ്റ്റിച്ച് മുഴുവൻ ഇങ്ങനെ മാന്തി പറിക്കുക. അപ്പൊ ഞാൻ കുറേ എന്നോട് പറ്റുന്ന രൂപത്തിൽ ഒരു പാരന്റിന്റെ റോളിൽ നിന്ന് ഞാൻ ഒരുപാട് സംസാരിച്ച് ഒരു വിധത്തിലും ആ കുട്ടിക്ക് ഒന്നും, ഒരു മൈൻഡിൽ ഒരു എന്തും വരുന്നില്ല, ഒരു ചേഞ്ചും വരുന്നില്ല. ഇത് ആ കുട്ടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ലാസ്റ്റ് എനിക്ക് ദേഷ്യം വരിക. കാരണം ഇപ്പുറത്തെ ഇത് ചോര ഒലിക്കാനുള്ള ആ ഒരു ഇതും, മുറിവ് ഉണങ്ങിയിട്ടില്ല, സ്റ്റിച്ചുമായിട്ടാ വരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ഉമ്മ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഈ കുട്ടീനെ വെയിറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഒരു നിമിഷം അവളെ ഇങ്ങനെ മാറ്റിയിട്ട് അവളോട് പറഞ്ഞു, നീ നിന്റെ ഉമ്മനെ മുഖത്തേക്കൊന്ന് നോക്ക്. ആ ഉമ്മ നിനക്ക് വേണ്ടി, നിന്റെ എന്തെങ്കിലും ഒരു മാറ്റം, ഇനി നീ ഒരു അവസ്ഥയിൽ എത്തല്ലേ എന്ന് വിചാരിച്ചിട്ടാ നിന്റെ ഉമ്മ നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ശരിക്കും ഞാനത് ഒരു സെന്റിമെന്റൽ ആയിട്ട് എടുത്തിട്ട് ആ കുട്ടീനെ ബ്ലോക്ക് ചെയ്യാ എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ കൗൺസിലിംഗ് കഴിഞ്ഞ് ആ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ഉണ്ടായത്. ഇറങ്ങിപ്പോയതല്ല, മിസ്സിങ് ആയിരുന്നു. നമ്മള് പിന്നെ പോലീസും ഇതൊക്കെ വന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് ഞാൻ അറിയുന്നത്, പക്ഷെ എനിക്കിതൊന്നും അറിയില്ല. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഉമ്മയും അവളുമായിട്ട് നിരന്തരം പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ആ ഉമ്മനെ വെച്ചിട്ടാണ് ഞാൻ എന്താ ചെയ്യാൻ നോക്കിയത്, സെന്റിമെന്റൽ വെച്ചിട്ട് അത് ഇമോഷണലി ബ്ലോക്ക് ചെയ്യാൻ നോക്കിയത്. പക്ഷെ ഇതാ പറഞ്ഞത്, ആദ്യം നമ്മളും നമ്മളെ കുട്ടികളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. കണക്ഷൻ ബിഫോർ കറക്ഷൻ എന്ന് പറയാണ്ട്, കറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാനും അവരും തമ്മിൽ എന്ത് കണക്ഷനാണ് ഉള്ളത് നോക്കുക, എന്നിട്ട് കറക്റ്റ് ചെയ്യുക. എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠാണത്. ആദ്യം പോയിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല.
നമ്മളെ അംഗീകരിക്കണമെങ്കിൽ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ കുട്ടിയോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ വേണം. അതൊന്നും ഇല്ലാത്ത, ഇപ്പൊ വഴിയേ പോകുന്ന ഒരാൾ നിനക്കൊന്ന് നന്നായിക്കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അത് കേൾക്കുമോ? കാരണം അയാൾ എന്റെ ആരുമല്ല, അയാൾ എന്നോട് എന്തോ അധികാരം ഉള്ളത് അയാൾക്ക് എന്നെ ഉപദേശിക്കാൻ എന്നുള്ള മൈൻഡിലായിരിക്കും എടുക്കുക. അതേപോലെ ആയിരിക്കും ഒരു കണക്ഷനും ഇല്ലാതെ. കണക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുക, കുറച്ചൊക്കെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുക, ചില കാര്യം എല്ലാത്തിലും ഇങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞ് പിന്നാലെ കൂടാതെ നമ്മൾ അവരിൽ വിശ്വസിക്കുക. ആസ് എ നല്ലൊരു പാരന്റ് ആണെങ്കിൽ, നിങ്ങളും ഞാനും ഒക്കെ ഒരു നല്ല പാരന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിലൂടെ വന്ന കുട്ടിയും നന്നാവും. അത് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രശ്നക്കാരാണ് എങ്കിൽ പിന്നെ മക്കള് നന്നാവണം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യമില്ല. അപ്പൊ അവർക്ക് വേണ്ട ഗൈഡൻസ് എങ്ങനെ കൊടുക്കുന്നു ചോദിച്ചാൽ, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അവരെ ട്രിപ്പിന് കൊണ്ടുപോവുക, അവർക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ഇതൊന്നും അല്ല. ഒരു ഭാര്യയും ഭർത്താവും ഒരു വീട്ടിനുള്ളില് എങ്ങനെയാണോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ പരസ്പരം സ്നേഹിക്കുന്നത്, ഇത് കണ്ടാണ് ഒരു കുട്ടി വളരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ ജീവിതത്തിൽ നിന്ന് അവൻ ഒരു മോശമായ പ്രവൃത്തിയിലേക്കും പോവില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. നാളെ എന്റെ മക്കൾ എങ്ങനെ ആവും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങള് നല്ലൊരു പാരന്റ്സ് ആണെന്നും, അല്ലെങ്കിൽ ഞങ്ങൾ ആ രൂപത്തിലാണ് കുട്ടികളെ ഗൈഡ് ചെയ്യുന്നതെന്നും, ഞങ്ങൾ തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല എന്നും, ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് അവര് കേൾക്കാതെ റൂമിനുള്ളിൽ വാതിലടിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നും പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ഇതിലപ്പുറം മനസ്സിലാക്കി കൊടുക്കാൻ എനിക്കോ എന്റെ ഫാമിലിക്കോ സാധിക്കില്ല. അപ്പൊ അതിലൂടെ വരുന്ന മക്കളും അതേപോലെയുള്ള ഇത് കീപ്പ് ചെയ്യും. അവർ മോശമായിട്ടുള്ള കൂട്ടുകെട്ടിലേക്കോ മോശമായ പ്രവൃത്തിയിലേക്കോ അവർ പോവില്ല. അപ്പൊ ആദ്യം നമ്മളിലേക്ക് നമ്മൾ നോക്കുക. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് സ്വന്തത്തിലേക്ക് നോക്കുക, എവിടെയാണ് മാറാനുള്ളത്. എന്റെ സംസാരം പലപ്പോഴും ഞാൻ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കാറുള്ളത്. ഇപ്പൊ ഞാൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അത് റിയാക്ട് ചെയ്ത് പോവുക കുട്ടികളോടായിരിക്കും. വേറെ ആരോ വീട്ടിലുണ്ടെങ്കിൽ അവരോട്, ഭർത്താവിനോടോ മാതാപിതാക്കളോടോ ഒന്നും ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന ആകെയുള്ള ഒരാള് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളാ. അപ്പൊ അവര് തിരിച്ച് റിയാക്ട് ചെയ്യൂല എന്ന് നമുക്കറിയാം. ഇനിയിപ്പോ റിയാക്ട് ചെയ്താലും അത് കുട്ടിയല്ലേ, എത്രത്തോളം പോവും എന്നുള്ളത് നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മൾ ആ രൂപത്തിലായിരിക്കും അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ അത് ആ സംഭവം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പ്രശ്നം എന്ന് പറയുന്ന സംഭവം അത് അവരുടെ ജീവിതത്തെ പോലും ഏറ്റവും മാരകമായിട്ടുള്ള രീതിയിലായിരിക്കും ബാധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പഠനത്തിൽ വീക്കായി പോവുക. നേരത്തെ ഇവിടെ മെൻഷൻ ചെയ്തു പഠനത്തിൽ പ്രയാസമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് എന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് വർഷം ആ ഒരു മേഖലയിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. നമ്മൾ അസസ്മെന്റ് നടത്തുന്ന സമയത്ത് ഒരു ടെസ്റ്റ് ഉണ്ട്, അസസ്മെന്റ് ടെസ്റ്റ്. ഇപ്പൊ നിങ്ങളുടെ കുട്ടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള അക്കാദമിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും അത് അടുത്ത ക്ലാസ്സിൽ മാറും എന്ന് വിചാരിച്ച് നിൽക്കരുത്. ദയവ് ചെയ്തിട്ട് ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അവയർനെസ് ഇല്ലാത്തതിന് പേരിൽ ഒരുപാട് കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 10th എത്തിയിട്ടും സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത കുട്ടികൾ ഒരുപാട് നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ ഇതേപോലെയുള്ള സ്ഥാപനങ്ങളാണെങ്കിലും ഇപ്പൊ ഞാനടക്കം നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. കാരണം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയെ നമ്മളെ മുന്നിലേക്ക് അസസ്മെന്റ് ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് ആ കുട്ടിയുടെ ഡാറ്റ കംപ്ലീറ്റ് നമ്മൾ പാരന്റുമായിട്ട് ഡിസ്കസ് ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഒന്ന്, ആ ലേഡിയുടെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കുട്ടിയെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരമ്മയുടെ, ഒരു മാതാവിന്റെ മാനസികാവസ്ഥ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് കുടുംബത്തിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ, ആ സമയത്ത് മൈൻഡ് വീക്ക് ആണെങ്കിൽ, ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുട്ടിയെ ബാധിക്കാം. അപ്പൊ അത് നമ്മൾ നോട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു, മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു. ശരിക്കും ഞാൻ റെമഡിയൽ ട്രെയിനറിൽ നിന്ന് കൗൺസിലിങ്ങിലേക്ക് മാറാനുള്ള ഏറ്റവും വലിയൊരു കാരണവും അതാണ്. ശരിക്കും ഒരുപാട് പാരന്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ പിന്നെ കൗൺസിലിങ്ങിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. അപ്പം ഈ പാരന്റിന്റെ മാനസികാവസ്ഥ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആ സമയത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കുട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഇപ്പം ബർത്ത് വെയിറ്റ് നമ്മൾ ചോദിക്കും, ആ കുട്ടിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് ചോദിക്കും, നടക്കുക ഇരിക്കുക, ഇതൊക്കെ എങ്ങനെ ആയിരുന്നു എന്നുള്ളതിന്റെ ഒക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഈ ഒരു പ്രശ്നം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെ നിന്നാണ് വരുന്നത്. ചിലത് ജനറ്റിക്കലി ഉണ്ടാവാം, അല്ലെങ്കിൽ പാരന്റ്സിന് ആർക്കെങ്കിലും ഇതേപോലെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുട്ടിയെയും ബാധിക്കാം. അപ്പൊ ഇതൊക്കെ
ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എല്ലാത്തിന്റെയും റൂട്ട് കിടക്കുന്നത് പാരന്റിൽ തന്നെയാണ്. ഉം അപ്പൊ ഈ പാരന്റിൽ ഈ പ്രശ്നങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ പാരന്റ്സ് നമ്മൾ വിചാരിച്ച ലെവലിലല്ല നമ്മൾ പോകുന്നത് എങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടിയെ അത് ബാധിച്ചിരിക്കും. ഇപ്പൊ പഠനത്തിന്റെ കാര്യമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മക്കള് ഇപ്പൊ 4 5 മക്കളുണ്ടെങ്കിൽ, ഇനിയിപ്പോ 2 മക്കളാണെങ്കിലും അവരുടെ തമ്മിലുള്ള അക്കാദമിക് പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കുക. എങ്ങനെയാണ് അവര് സ്കൂളില് അവരുടെ ആ ഒരു എന്താ പറയാ, അക്കാദമിക്കലി അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ നിന്ന് കുട്ടി വീക്കാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് പറ്റിയ ആളുകളുടെ അടുത്ത് നിങ്ങൾ കൊണ്ടുപോകണം. എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. കാരണം ഒരുപാട് പേരൻസ് എനിക്കറിയാം 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ, +1 എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം ചെറിയ കുട്ടീനെ പഠിപ്പിക്കുന്ന പോലെ നമുക്ക് ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പാരന്റ് ഒരുപാട് വട്ടം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, പല വട്ടം അവരുടെ പിന്നാലെ കൂടിയിട്ടുണ്ടാവും, പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇത്ര പഠിപ്പിച്ചു കൊടുത്താലും ആൻസർ ഷീറ്റിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഫെയിൽ ആയിരിക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുക. ആ പ്രശ്നത്തിന് പരിഹാരം നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ ആ കുട്ടിയിൽ ആ വിഷമം അവിടെ തന്നെ, ആ പ്രശ്നം അവിടെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് ആ കുട്ടിക്ക് അതിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെടും എന്ന് ചോദിച്ചാൽ, കോൺഫിഡൻസ് നഷ്ടപ്പെടും, മറ്റുള്ളവരോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടും, എന്ത് ചെയ്യുമ്പോഴും ഒരു സ്റ്റെപ്നെസ് ഫീൽ ചെയ്യും. അതായത് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയില്ല, ലക്ഷ്യമില്ല, പല പ്രശ്നങ്ങളും ഇതിന്റെ പിന്നാലെ വരും. അപ്പൊ നമ്മൾ പാരന്റിനാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. രക്ഷിതാവാണ് ഏത് സമയത്തും നമ്മളെ കുട്ടികളെ കൂടെ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടേ ടീച്ചറും ബാക്കിയുള്ളവരൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു രക്ഷിതാവിന് എന്റെ കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ ഭൂമി ലോകത്ത് ആർക്കും അവരെ മനസ്സിലാവില്ല. അപ്പൊ നമ്മളാണ് ആദ്യം കണ്ടെത്തേണ്ടത് പോരായ്മകള്, എന്തൊക്കെ കഴിവുകള്. പല രക്ഷിതാക്കളോടും എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട്. ചില പാരന്റ്സിനോട് കുട്ടിക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് ചോദിച്ചാല്, ഓന് പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ല, എന്നാലും ഓന് ഈ മീൻ വളർത്തൽ, മൃഗങ്ങളൊക്കെ നോക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുട്ടി അവിടേക്ക് വരുമ്പോ ഞാൻ അവന്റെ അടുത്ത് ചോദിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? അപ്പൊ അവൻ പറയും ഡ്രോയിങ് ഇഷ്ടമാണ്, പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നപ്പോ അവന് എന്തോ ബൈക്കല്ല, എന്തോ പഴയ സാധനത്തിൽ നിന്ന് എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇതിന്റെ എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളോ ഉണ്ടോ? ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് അവനെ പറഞ്ഞപ്പോൾ ഞാൻ അവനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. പക്ഷെ എന്റെ മക്കളുടെ അടുത്ത് ചിലപ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു രൂപത്തിൽ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും പരമാവധി ഞാൻ പറയാറുണ്ട്. മുന്നിൽ വരുന്ന കുട്ടികളോട് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് സംസാരിക്കും. ഇത് നീ ഉണ്ടാക്കിയതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും ആ കുട്ടികളുടെ ആ ഒരു കണ്ണിൽ എനിക്ക് കാണാൻ പറ്റും, അവർക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോൾ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാല്, നമ്മൾ അവരെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് ഓക്കെ കുട്ടിയാണ്, അവനുള്ളിൽ കഴിവുകളും ഉണ്ടാവാം, പോരായ്മകളും ഉണ്ടാവാം. പക്ഷെ ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് അവനെ തിരുത്താൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും ചെയ്യുക എന്താ അറിയാം, നമ്മളെ ഒരു റോളിൽ നിന്നിട്ട്, നമ്മുടെ ഒരു സ്റ്റേജിൽ നിന്നിട്ടായിരിക്കും നമ്മളെ കുട്ടീനെ ഗൈഡ് ചെയ്യുക. ഇപ്പം ഒരു 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനെ നമ്മൾ പഠിപ്പിക്കാനിരിക്കുക എന്ന് വിചാരിച്ചോ, നമ്മൾ ഒരു തവണ നല്ലപോലെ പറഞ്ഞു കൊടുത്തു, രണ്ടാമതും പറഞ്ഞു കൊടുത്തു, മൂന്നാമതാകുമ്പത്തേനും നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് ആ കുട്ടീനോടുള്ള റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഫേസ് ചെയ്തിട്ടുള്ള പാരന്റ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മള് ആവശ്യം എന്താണ്, ഞാൻ വായിക്കുന്നത് പോലെ ഈ കുട്ടി വായിക്കണം, ഒരിക്കലും അത് സാധിക്കില്ല. ആ കുട്ടിയുടെ ലെവലിൽ നിന്നിട്ടേ അതിന് വായിക്കാനും എഴുതാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ആ ലെവലിലേക്ക്, ഒരു കുട്ടിയുടെ ആ ലെവലിലേക്ക് നമ്മളും കൂടി ഒന്ന് താഴ്ന്നു നിൽക്കുമ്പോഴേ ആ കുട്ടിയുടെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന് രക്ഷിതാവ് ഓക്കെ ആവണമെങ്കിൽ, അതിന് രക്ഷിതാവിന് റെഡി ആവണമെങ്കിൽ അത് നമ്മളെ കുറെ നെഗറ്റീവുകൾ എടുത്ത് പുറത്ത് കളയണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ക്ലാസ് പാരന്റ്സിനാ വേണ്ടത് എന്ന്. ഇത് ശരിക്കും ഒരു പാരന്റിങ് സെഷൻ അല്ല, അതിനേക്കാൾ ഉപരി കുട്ടിയുടെ ആ ഒരു പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ കുട്ടികൾക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നമ്മളിപ്പം അയൽവീട്ടിലെ മക്കളെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ നോക്കിയാൽ മതി. ഒന്ന് സ്വഭാവത്തിൽ പ്രശ്നങ്ങള്, പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് കരയുന്ന കുട്ടികളുണ്ട്. അവർ ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്കായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒക്കെ കാരണം എന്ന് പറഞ്ഞാല്, അവര് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഷൗട്ട് ചെയ്തിട്ട് പറയും, നീ വായടച്ചോ എന്ന് പറഞ്ഞ് ഉറക്കെ അവനെ മിണ്ടാൻ പോലും അനുവദിക്കാതെ അവന്റെ അടുത്ത് ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ
ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ആ ഒരു ബ്ലോക്കാണ് അവിടെ വരിക. അതായത് ഇനി എന്ത് സംസാരിച്ചാലും എനിക്ക് എവിടെയും ഒരു വോയിസ് ഇല്ല. അപ്പൊ ആ കുട്ടി എന്തായാലും സപ്രസ് ചെയ്ത് വെക്കും. ഏതോ ഒരു സമയത്തായിരിക്കും അത് പൊട്ടിത്തെറിക്കുക. അത് ചിലപ്പോൾ കൗമാര കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും, നമ്മൾ ഭയങ്കരമായിട്ട് കരച്ചിലാവും, സങ്കടപ്പെടും. എന്റെ മോന് എന്റെ മോള് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചല്ലോ, ഞാൻ സംസാരിച്ച അതേ രീതിയാണ് ഇവരും അപ്ലൈ ചെയ്യുന്നത് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയില്ല. അപ്പൊ ഇതൊക്കെ ശരിക്കും ഒരു തിരിച്ചറിവാണ്. കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളല്ലേ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്ത് അത് വലിയ മാരകമായിട്ടുള്ള വിപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ആരും തിരിച്ചറിയാറില്ല. ഒന്നും എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിലും ഷൗട്ട് ചെയ്യാതിരിക്കുക. ഷൗട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് ഞാനിത് പറയണത് എന്ന് ചിന്തിക്കുക. ഒരു ഒറ്റ നിമിഷം നമ്മൾ ചിന്തിക്കുക, എന്തിനാണ് ഞാനിത് അവന്റെ അടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ മോളുടെ അടുത്ത് എന്തിനാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മളെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു വ്യക്തിത്വം അല്ലെ, ഒരു പേഴ്സണാലിറ്റി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. നമ്മൾ ഭയങ്കര ഷൗട്ട് ചെയ്ത് ഭയങ്കര ദേഷ്യപ്പെട്ട് നമ്മൾ വലിയൊരാളാണെന്നൊന്നും വിചാരിച്ച് ആ രൂപത്തിൽ ഇടപെട്ടാലൊന്നും ഒരിക്കലും ഒരാളും നേരെയാവില്ല. പകരം ഏറ്റവും സോഫ്റ്റ് ആയിട്ട് ഏറ്റവും സ്നേഹത്തിൽ ഒന്ന് പെരുമാറി നോക്കിയൊക്കെ അവിടെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ഫാമിലി മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പോകേണ്ടത്. അപ്പൊ ഒന്നും വേണ്ട, നമ്മളെ മക്കളില് കുറച്ച് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യണം. ഒരു നിമിഷം കണ്ണടച്ച് എൻ്റെ കുട്ടികൾ ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് ഒന്ന് ഒബ്സർവ് ചെയ്യണം. അതായത് അവന്റെ സ്വഭാവം, അവന്റെ വ്യക്തിത്വം, അവന്റെ കഴിവുകള്, അവന്റെ പഠനത്തിലുള്ള അവന്റെ താല്പര്യം, അവനിലുള്ള ലക്ഷ്യബോധം, ഇതൊക്കെ അവൻ ഏത് രൂപത്തിലാണ്. ചിലപ്പോൾ ഇതൊന്നും ചോദിക്ക പോലും ചെയ്യാത്ത പാരന്റ്സ് ഉണ്ടാവും. ഒരിക്കൽ പോലും മോനെ നിനക്ക് എന്താവാനാണ് ആഗ്രഹം അങ്ങനെ ചോദിക്കാൻ പോയിട്ട് അവന്റെ കൂടെ ഒരിത്തിരി സമയം ഇരുന്നിട്ട് ഒന്ന് തലയിലൊക്കെ ഒന്ന് തടവി കൊടുത്ത് മോനെ എന്ന് വിളിക്കാത്ത എത്രയോ പാരന്റ്സ് ഉണ്ട്. ഒന്ന് ബോഡിയിൽ പോലും ടച്ച് ചെയ്യാത്ത എത്രയോ പാരന്റ്സ് ഉണ്ട്. കുട്ടികളുടെ ശരീരം വളരണമെങ്കിൽ, ഏറ്റവും നന്നായിട്ട് വളരണമെങ്കിൽ ഇടക്കെങ്കിലും അവർക്കൊരു തലോടൽ കൊടുക്കണം, അത്യാവശ്യമാണ്. പക്ഷെ അതുപോലും നിഷേധിക്കപ്പെട്ട ഒരുപാട് കുട്ടികൾ നമ്മുടെ വീടിനുള്ളിലുണ്ട്. അപ്പം ഒരിക്കല് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, പിന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. വർഷങ്ങൾ ഒരിക്കലും നമ്മളെ കാത്തു നിൽക്കില്ല. പ്രായം ഇങ്ങനെ കടന്നു പോവും. ഒരു കാലത്ത് നമ്മളും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ കിട്ടാൻ. പക്ഷെ ആ സമയത്ത് നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഇത് കിട്ടാതെ വന്നപ്പോ നമുക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഒരിക്കൽ പോലും നമ്മൾ ആരും സീരിയസ് ആയിട്ട് ചിന്തിക്കാത്തത് കൊണ്ടാണ് വീണ്ടും ഇതേ അവസ്ഥ എൻ്റെ കുട്ടികൾക്ക് വരരുത് എന്ന് നമ്മൾ ആരും മനസ്സിലാക്കാത്തത്. അപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരു വ്യക്തിയായിട്ട് ഓരോ കുട്ടിയെയും നമ്മൾ അംഗീകരിക്കുക, അവരുടെ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. നിരന്തരം കുറ്റപ്പെടുത്തുന്നതിന് പകരം അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതിന് പകരം അവർ ചെയ്യുന്ന ഓരോ നന്മകളെയും നമ്മൾ കാണുക. എന്നിട്ട് അതിന് വേണ്ട നല്ല അപ്രീസിയേഷൻ കൊടുക്കുക. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫുള്ളായി ഇപ്പം ഒരു കുട്ടി അവന് മാർക്ക് കുറച്ച് ഒരു 3-4 സബ്ജക്റ്റിൽ അവൻ ഫെയിൽ ആണെന്ന് വിചാരിക്കുക. ആ ഫെയിൽ ആയതിന്റെ പേരിൽ അവനെ ഇങ്ങനെ നിരന്തരം ഇൻസൾട്ട് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് ശരിക്കും നമ്മളൊന്ന് തിരിച്ചറിയാം. അപ്പൊ ഈ തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു ഇതേപോലെ റെമഡിയൽ സ്ഥാപനങ്ങൾ ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾ വെറുതെ എങ്കിലും ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തുക. ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒരു കുഴപ്പമില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോരാം. ഇനി കുഴപ്പമുണ്ടെങ്കിൽ അതിന് വേണ്ട ഗൈഡൻസ് നമ്മൾ തേടിയേ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്കത് റെഡിയാക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അത് റെഡിയാക്കിക്കോളൂ, ഞാൻ ഫീസ് കൊടുത്തിട്ടാണല്ലോ പഠിപ്പിക്കുന്നത്, അവരങ്ങ് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ അവിടേക്ക് ഒഴിച്ചിടരുത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്, നമ്മൾ പാരന്റ്സ് ഇതിന് എഫേർട്ട് എടുത്തിട്ടില്ല എങ്കിൽ, പാരന്റ്സ് ഇതിലേക്ക് കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്തിട്ടില്ല എങ്കിൽ, നാളെ നമ്മുടെ മക്കള് കോൺഫിഡൻസ് ഇല്ലാത്ത, എഴുതാനറിയാത്ത, വായിക്കാനറിയാത്ത, ഒരാളെയും വിശ്വാസമില്ലാത്ത, ബിഹേവിയറും കംപ്ലീറ്റ് മോശമായ വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ മക്കള് മാറും. അതുകൊണ്ട് നമ്മളാണ് അവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കേണ്ടത്. ആ ഗൈഡൻസിനേക്കാൾ ഉപരി നമ്മളാണ് അവരെ തിരിച്ചറിയേണ്ടത്. അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞിട്ട് അതിന് പ്രോത്സാഹനം കൊടുക്കുക, അവരുടെ പോരായ്മകളെ തിരിച്ചറിഞ്ഞിട്ട് അതിനുള്ള പരിഹാരമാണ് കൊടുക്കേണ്ടത്. പോരായ്മകളൊക്കെ നിരന്തരം കുറ്റപ്പെടുത്തി നീ മാത്രമല്ലേ ഇങ്ങനെ, അല്ലെങ്കിൽ നിനക്കെന്താ അങ്ങനെ, മറ്റുള്ളവരെ പോലെ ആയിക്കൂടെ എന്നുള്ള കമ്പാരിസൺ ഒക്കെ ഒന്ന് നിർത്തിയിട്ട്
ഇവന്റെ കുട്ടിയിലാണ് പ്രശ്നം, കുട്ടിയല്ല പ്രശ്നം, ഈ കുട്ടിയിലാണ് പ്രശ്നം എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട പരിഹാരങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അവരും നമ്മളും തമ്മിലുള്ള ഒരു കണക്ഷൻ ഒന്നുകൂടെ ബിൽഡ് ചെയ്യും. ഇപ്പം ഇനിയിപ്പോ SSLC എക്സാമിനൊക്കെ ഒരു 3 മാസം, ഫെബ്രുവരി ആകുമ്പത്തിനും, ഇതിപ്പോ നവംബറായി, ഡിസംബർ ജനുവരി, ഒരു 2 മാസം കൂട്ടുക, 3-ാമത്തെ മാസം അവർക്ക് മോഡൽ എക്സാം തുടങ്ങാം. ചില പാരന്റ്സ് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിരിക്കും. അതായത് നിനക്ക് പഠിച്ചുകൂടെ, ഉള്ള സമയം മൊബൈൽ കുത്തി കളിക്കണോ, എന്തൊക്കെയോ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ പറയണു, നമുക്ക് ഓരോ കുട്ടികളുടെയും ലെവല് നമുക്ക് മനസ്സിലാവും. ഫുൾ A+ കിട്ടുന്നവരുടെ ഒരു ലെവലും ആവറേജ് സ്റ്റുഡൻസിൻ്റെതും തീരെ അറിയാത്തൊരു കുട്ടിയും, 3 കാറ്റഗറിയും ചിലപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവും. ഫുൾ A+ കിട്ടുന്ന ആൾക്കാർ അവർ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്ത് അവർ പോയിക്കോളും, അവര് അധികം നോക്കേണ്ടി വരില്ല. ആവറേജ് സ്റ്റുഡൻസിനെ ഒന്നുകൂടി നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. നിനക്ക് ഒന്നുകൂടി കിട്ടും, കുറച്ചുകൂടി പഠിച്ചാല്, കുറച്ചുകൂടി ഒന്ന് റെഡിയായി പഠിച്ചാല് നിനക്ക് ഒന്നുകൂടി കിട്ടും എന്നുള്ളത് ബൂസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവരെ ഉള്ള മാർക്കിൽ നിന്ന് ഒരു ഒരു പടി മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. തീരെ ഒന്നും അറിയാത്ത ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നാലെ കൂടിയിട്ട് നമ്മളെല്ലാം എനർജി കംപ്ലീറ്റ് ലോസ് ചെയ്ത് എന്തൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയാൻ പറ്റും അതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് അവർക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്താണ് ഇവന്റെ പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിന് നിങ്ങൾക്ക് പറ്റിയ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക, എന്നിട്ട് ഒരു ടെസ്റ്റ് നടത്തുക. എന്താണ് അവന്റെ പ്രശ്നങ്ങൾ? ചിലപ്പോൾ ലാംഗ്വേജിൽ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ എഴുതാനറിയാം, വായിക്കാനറിയാം, പക്ഷെ എഴുത്തിൽ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ അക്ഷരങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ അക്ഷരങ്ങളും ചിഹ്നങ്ങളും അറിയുന്നുണ്ടാവില്ല, ഇത് കൂട്ടി വായിക്കാൻ അറിയുന്നുണ്ടാവില്ല. ഒരുപാട് പ്രശ്നങ്ങളാണ് കുട്ടികൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പ്രശ്നത്തിന് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ കൊടുക്കുക. എന്നിട്ട് ഫുൾ A+ കിട്ടണം, ഫുൾ A+ കിട്ടണം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒരു പക്ഷേ ആ കുട്ടിക്ക് നിങ്ങൾ ആ സമയത്ത് ഒരു സപ്പോർട്ടാണ് കൊടുത്തതെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ എവിടെയെങ്കിലും എത്തും. ഒരിക്കലും അവൻ പരാജയപ്പെട്ടു പോയില്ല. അതല്ല, നിങ്ങൾ നിരന്തരം കുറ്റപ്പെടുത്തി സംസാരിച്ച് അവന്റെ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു പോയിന്റിനെ അത്രയും ഇൻസൾട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ അവനെ വളർത്തുന്നതെങ്കിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ട് തന്നെ അവന് വളരും. അത് നമ്മൾ കാണേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ കുട്ടിയെ ഇനി ഞാൻ എത്തിക്കില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മളെല്ലാവരും എടുക്കുക. എന്നിട്ട് വേണം ഇനി അവരെ സപ്പോർട്ട് ചെയ്യാൻ. എന്താ മോന്റെ പ്രശ്നം എന്ന് നോക്കട്ടെ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അവന്റെ മാർക്കുകൾ കാണുമ്പോൾ നിങ്ങൾ അത് തിരിച്ചറിയണം. കുട്ടി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നുണ്ട് എന്നുള്ളത് അവന്റെ സബ്ജക്റ്റിൽ അവന്റെ മാർക്കുകൾ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 സബ്ജക്റ്റിൽ ഫെയിൽ ആവുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് എന്തോ ഒരു പഠന പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് അടുത്ത ക്ലാസ്സിൽ റെഡി ആയിക്കോളും എന്ന് ചിന്തിക്കാതിരിക്കുക. അതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തുക. വെറുതെ എല്ലാ സ്ഥാപനങ്ങളിലും അസസ്മെന്റ് ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഇതേപോലത്തെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തുക. ഒന്നും വരാനില്ല. ചില പാരന്റ്സിനോട് നമ്മൾ പറയും നിങ്ങൾ IQ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഒരു IQ ഒന്നും ഒരു കുഴപ്പമില്ല, പിന്നെ ഒക്കെ നോർമലാ. അത് നമ്മളല്ല തീരുമാനിക്കുക. IQ കുറവുണ്ടോ എന്ന് പഠന വൈകല്യമുള്ള മുഴുവൻ കുട്ടികൾക്ക് നമ്മൾ IQ ടെസ്റ്റ് ചെയ്യും. അത് എന്തിനാന്ന് ചോദിച്ചാൽ എവിടെയാണ് ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്ന് ശരിക്കും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാ. അപ്പം ഇതൊന്നും ഒരു കുറച്ചിലായിട്ട് ആരും കാണാതിരിക്കുക. ഇപ്പൊ ഒരു കുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുമ്പോൾ, ഞാനൊന്ന് കൗൺസിലിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത് വേറെ നാട്ടുകാരെന്തെങ്കിലും വിചാരിക്കോ, എനിക്ക് മെന്റൽ ആണെന്ന് വിചാരിക്കോ, ബാക്കി മാനസിക രോഗമുള്ളവരല്ലേ ഇതൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായി പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളെടുത്ത് പോയി, പക്ഷെ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആർക്കും റെഫർ ചെയ്യാറില്ല. ഒരു കേസും ഞാൻ കൗൺസിലിങ്ങിന് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആർക്കും റെഫർ ചെയ്യില്ല. കാരണം പല ആളുകളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രൂപത്തിലായിരിക്കും കൗൺസിലിംഗ് നടത്തുക. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരാളെ എൻക്വയറി ചെയ്തപ്പോൾ നന്നായിട്ട് പോയിരുന്ന ഒരു കുടുംബം, ഏതോ ഒരു ആള്, എനിക്ക് അറിയുന്ന ടീം തന്നെയാണ്, കൗൺസിലിങ്ങിന് പോയപ്പോൾ അവര് തമ്മിൽ ഭയങ്കരമായിട്ട് അടിച്ചു പിരിഞ്ഞ ഒരവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ സൈക്കാട്രി പ്രോബ്ലം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തതാണെങ്കിൽ മാത്രം ഞാൻ ഇന്ന ആളുടെ പോയിക്കോളി എന്ന് പറയും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾക്ക് ഉത്തരം കിട്ടാത്ത എന്തെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഗൈഡൻസ് ആണ് കൗൺസിലിങ്ങിലൂടെ കിട്ടുക. നിങ്ങളെ ഉപാധിയില്ലാതെ കേൾക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരിക്കലും മാനസിക രോഗികൾ പോകുന്നതാണ്. പല പാരന്റ്സും കുട്ടികളെ പോലും കൊണ്ടുപോകാൻ മടിക്കുന്നവരുണ്ട്. ചിലപ്പം വൈഫ് വില്ലിങ് ആയിരിക്കും, ഹസ്ബൻഡ് അവന് എവിടെയും കൊണ്ടുപോണ്ടെന്ന് പറയും. അപ്പം ശരിക്കും ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന
ഏറ്റവും വലിയ ഒരു എന്താ പറയാ അറിവില്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ. നമ്മുടെ ഒരു പോരായ്മനെ കണ്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകണം. അതിനാരെയും നോക്കരുത്. നിങ്ങളെ നാട്ടിലുള്ള നാട്ടുകാരെന്ത് വിചാരിക്കും, അയൽവാസികൾ എന്ത് വിചാരിക്കും, കുടുംബക്കാരും ഞങ്ങളെ കളിയാക്കൂലേ, ഒന്നും അല്ല ചിന്തിക്കേണ്ടത്. അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി എന്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് ഒരിക്കലും ആ ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു ഏരിയ റെഡി ആയി പോവാതിരിക്കരുത് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരണം. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോഴാണ് നമ്മളൊരു നല്ല രക്ഷിതാവാവുക. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് കുട്ടികൾ തിരിച്ച് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഒന്ന് നോക്കിക്കൂടായിരുന്നോ? 10ാം ക്ലാസ് പഠിക്കുന്ന പേര് പോലും എഴുതാൻ അറിയാത്തൊരു കുട്ടിയെ ഒരിക്കൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ ആ കുട്ടി കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ചെറുപ്പത്തിൽ കണ്ടുപിടിക്കാമായിരുന്നു മോനെ എന്ന് ഞാൻ പറഞ്ഞപ്പോ അവൻ എൻ്റെ അടുത്ത് ഇരുന്ന് കരഞ്ഞിട്ട് പറയാണ്, ആ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നുണ്ടാവില്ലല്ലേ മിസ്സേ. ശരിക്കും എനിക്ക് പോലും സങ്കടപ്പെട്ടു പോയി. 1ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ തിരിച്ചറിയുന്ന സമയം നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ കൊടുക്കണം. അപ്പൊ അതിനാദ്യം നമുക്ക് സമയം വേണം. നമ്മൾ ആ രൂപത്തിൽ അതിനെ കാണണം. മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് കുറ്റപ്പെടുത്തുന്നതിന് പകരം, മാർക്ക് ഇല്ലാത്തതിന്റെ പേരിൽ കളിയാക്കുന്നതിന് പകരം, പോരായ്മകൾ കണ്ടെത്തിയത് പരിഹരിക്കാൻ കൂടെ നിൽക്കുന്ന ഒരു രക്ഷിതാവിനെ ആയിരിക്കും ഇന്നത്തെ കുട്ടികൾക്ക് ആവശ്യം. അല്ലെങ്കിൽ ആ രൂപത്തിൽ മെന്റലി സപ്പോർട്ട് ചെയ്യുന്ന, ഏറ്റവും സ്നേഹത്തിൽ ഇടപെടുന്ന, ഏറ്റവും സ്നേഹത്തോടെ സംസാരിക്കുന്ന, കുറ്റപ്പെടുത്താത്ത, അംഗീകരിക്കുന്ന, എന്ത് പറയുമ്പോഴും സാരല്ലടാ പോട്ടടാ എന്ന് പറയുന്ന ഒരു പാരന്റിനെ ആയിരിക്കും നമ്മുടെയൊക്കെ കുട്ടികൾക്ക് ആവശ്യം. അങ്ങനെയുള്ള ഒരു രക്ഷിതാവായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. എക്സ്ക്യൂസ് മീ, എത്ര സമയമാണ് എന്നൊന്ന് പറയണം കേട്ടോ. ഇതിന്റെ ഹൈഡ് ആൻഡ് സീക്കിന്റെ ആളുകള് ഞാനിങ്ങനെ പറഞ്ഞു പോകും. സമയം ഉണ്ടോ? ആരുമില്ലേ ഇതില്? മിസ്റ്റർ ലെഫ്റ്റ് ആവട്ടെ. കഴിഞ്ഞോ? എന്താ ലെഫ്റ്റ് ആവട്ടെ. കഴിഞ്ഞിട്ടില്ലേ? എനിക്കറിയില്ല സമയം എത്രയായിരുന്നു എന്നൊന്ന് പറയോ? പിക്സ്ലാൻ സാർ ഒന്ന് പറയൂ, ഇന്നത്തെ സംസാരിച്ച. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. സമയം ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. സമയം ഉണ്ടാക്കുക എന്ന് പറയുമ്പം ആദ്യം നമ്മളെ കുറേ വേണ്ടാത്ത സംഗതികൾ നമ്മൾ അങ്ങ് ഒഴിവാക്കുക. പ്രത്യേകിച്ച് മനസ്സിന്റെ ഉള്ളിലുള്ള പല സംഭവത്തിനെയും മാറ്റി വെക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമയം കിട്ടും. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള സമയം കിട്ടും, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള സമയം കിട്ടും. നമ്മുടെ കുറേ സംഭവങ്ങൾ നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, വേണ്ടാത്തതാണ് ഞാൻ പറയുന്നത്, വേണ്ട എന്ന് തോന്നുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, നെഗറ്റീവായിട്ടുള്ള ഓർമ്മകള്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങള്, നെഗറ്റീവായിട്ടുള്ള ആളുകള്, ഇതൊന്നൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് കൂളാവും. നമ്മുടെ മനസ്സ് കൂളാവുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എല്ലാവരിലേക്കും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. എല്ലാവരിലേക്കും ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയോ നല്ല കണക്ഷൻസ് നടക്കും. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും കീപ്പ് ചെയ്യണം. ഈ ക്ലാസ് കേട്ട ഓരോ വ്യക്തികളും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, കാര്യങ്ങൾ ഒരു പാരന്റ് എന്നുള്ള രൂപത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ കുട്ടികളെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇനിയുള്ള കുറച്ച് സമയം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങളെ എന്തിലാണോ നിങ്ങൾക്ക് എനിക്കൊരു സൊല്യൂഷൻ കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഞാൻ ഇന്നും പ്രയാസം അനുഭവിക്കുന്നത്, നിങ്ങൾ ആരാണോ എന്തായാലും ഒന്നും നോക്കണ്ട, നിങ്ങൾ ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. മിസ്, ഒരു ഡൗട്ട് ഉണ്ട്. പറയൂ. ഹീലിംഗിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അതെങ്ങനെയാണ്? എന്തിന്റെ കാര്യം? ഹീലിംഗ്. ഹീലിംഗിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഹീലിംഗ് ഓരോ പ്രോഗ്രാമിൽ നടക്കുകയാണ്. ആ പ്രോഗ്രാമിലൂടെ നമ്മൾ ഹീലിംഗ് തെറപ്പികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഒന്നെങ്കിൽ എന്റെ നമ്പർ തരാം, അതിൽ കണക്ട് ചെയ്യാം. കുട്ടികൾക്ക് നമ്മളിപ്പോ നിലവിൽ കൊടുക്കുന്നില്ല, 15 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കാണ്. പക്ഷെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതായത് ചൈൽഡ്ഹുഡ് ട്രോമ അവരിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ കുട്ടിക്കാലത്തിലെ മെഡിറ്റേഷൻ ആണോ ഉദ്ദേശിച്ചത് മാം? മെഡിറ്റേഷനിലൂടെയാണ് ഇത് കൊണ്ടുപോവുക ഈ ഒരു സ്റ്റേജിലേക്ക്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാം. മെഡിറ്റേഷനിലൂടെ, വാക്കുകളിലൂടെ ഞാൻ നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ എത്തിക്കുകയാണ് ചെയ്യുക. അപ്പൊ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കുട്ടികളൊക്കെ ഇരുന്ന് കരയുന്നത്, അല്ലെ? ചില വീഡിയോ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. പാരന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും അതൊരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് എന്റെ പാരന്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ അനുഭവം പറഞ്ഞില്ലേ, അന്ന് എന്തിനാണ് എന്റെ ഉമ്മ എന്നെ വഴക്ക് പറഞ്ഞത്, എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് വർഷങ്ങൾക്ക് ശേഷം എന്റെ ഉള്ളിൽ ഒരു ഹീലിംഗ് നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.
ഉമ്മന്റെ പ്രായം, ഉമ്മന്റെ അവസ്ഥകള്, ഉമ്മക്ക് ആ സമയത്ത് ഉമ്മന്റെ ആ ഒരു ഉത്തരവാദിത്തങ്ങളും ഒരുപാട് ഇതൊക്കെ കൂടിയ സമയത്ത് ഒരു പക്ഷേ ആ ഫ്രസ്ട്രേഷൻ കംപ്ലീറ്റ്, ആ സ്ട്രെസ് കംപ്ലീറ്റ് ഇറക്കി വെച്ചത് എന്നിലായിരുന്നു എന്നുള്ള തിരിച്ചറിവ് കുട്ടികൾക്ക് കിട്ടും. അപ്പൊ അത് കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം, അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മാമിന്റെ നമ്പർ ഒന്ന് പറയോ? എന്റെ നമ്പർ 9446 446 47 47 9008. ഇപ്പൊ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ഞാൻ റെമഡിയൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വിട്ടു. കുട്ടികൾക്ക് ഇപ്പം ഞാൻ നിലവിൽ ക്ലാസ് എടുക്കുന്നില്ല. പകരം ഈ പറഞ്ഞ ഹീലിങ്ങും കൗൺസിലിങ്ങും അതേപോലെ തന്നെ ട്രെയിനിങ്ങും ആണ് ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത് നിലവിൽ. ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, ഇത് ഒരുപാട് പേരിലേക്ക് എത്തട്ടെ എന്നാണ്. ഇപ്പൊ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം ഒന്നും ആദ്യം നമ്മളൊക്കെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന സമയത്ത് ഇത് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ ഏരിയയിലും ഓരോ സ്ഥാപനങ്ങളും അവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. നമ്പർ വേണോ? 9446 9446 47 9008. മാമിന്റെ ഇത് ഓൺലൈൻ ആയിട്ടാണോ കൊടുക്കുന്നത്? ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ പ്രോഗ്രാം, 1 ഡേ പ്രോഗ്രാം. ലേഡീസിന് സെപ്പറേറ്റും ലേഡീസിനും ജെന്റ്സിനും മിക്സ്ഡ് ആയിട്ടും കപ്പിൾസിന് വേണ്ടിയിട്ടും ഒക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഹീലിംഗ് എവിടെ മാത്രം കേട്ടോ. എവിടെ ഞാൻ ഉണ്ടാവുക? എന്റെ സ്വദേശം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ മാവൂർ അടുത്ത് ചെറുവാടി എന്ന് പറയുന്ന സ്ഥലമാണ്. കോഴിക്കോടാണ് ഉണ്ടാവുക. കോഴിക്കോട്, മലപ്പുറം ഈ 2 സ്ഥലങ്ങളിലും. പ്ലസ് റെസിഡൻഷ്യൽ ഒക്കെ വരുമ്പോൾ വയനാട്ടിലേക്ക് പോകും. ഹലോ, ഇത് പാർട്ടിസിപ്പേറ്റ് പറഞ്ഞു. നമ്മുടെ ഏകദേശം ക്ലാസ് വൈൻഡപ്പ് ആയില്ലേ മാം? കഴിഞ്ഞു. യെസ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഞങ്ങൾക്ക് സംവിധാനത്തെ എന്തെങ്കിലും പറ്റി സംശയങ്ങൾ ഉണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാൻ. ചോദിക്കാം. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഇൻട്രോ നമ്മുടെ അക്കാദമിക് ഹെഡ് റസ്ല മാം നൽകും. ഓക്കെ, മാമിനെ ക്ഷണിക്കുന്നു. മൈക്ക്. സോറി. ഹായ്, നമസ്കാരം. എൻ്റെ പേര് റസ്ല. ഞാൻ റെമഡിയൽ ട്രെയിനറാണ്. 16 വർഷമായിട്ട് ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പിക്സലാനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. നമ്മളെ പിക്സലാനിൽ ഒരുപാട് കുട്ടികൾ ഈ ഒരു വിഷയമായിട്ട്, ബാക്ക്വേർഡ്നെസ്സിൻ്റെ പ്രശ്നമായിട്ട് നമ്മുടെ സെൻറ്ററിൽ എത്തുകയും അവർക്ക് 100% വിജയം, മാറ്റം നമുക്ക് പാരൻസിന് കാണിച്ചു കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തു നിന്നും കോളുകളും കാര്യങ്ങളും എൻക്വയറീസും വന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബ്രാഞ്ച് 2-3 ബ്രാഞ്ച് ഇപ്പം തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം മാം പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു നമ്മളെ കുട്ടിക്ക് നമ്മളെ ഈ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഈ ഒരു വെബിനാറിൻ്റെ പോസ്റ്റർ കണ്ട സമയത്ത് അതിലുള്ളത് നിങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്നാണ്. ആ ഒരു സെന്റൻസ്, ആ ക്വസ്റ്റ്യൻ കണ്ടത് ഉള്ളിൽ കൊണ്ടതുകൊണ്ടാണ് ഈ ഒരു വെബിനാറിൽ ഇത്രയും പാരൻസ് അറ്റൻഡ് ചെയ്തതും വെബിനാറിന്റെ ഫസ്റ്റ് മുതൽ അവസാനം വരെ ഈ ഒരു വെബിനാറിൽ നമ്മോടൊപ്പം ഇരുന്നതും. അപ്പം തീർച്ചയായിട്ടും മാം നേരത്തെ പറഞ്ഞു, ഷാന മാം പറഞ്ഞു, അറിവല്ല വേണ്ടത്, നമുക്ക് തിരിച്ചറിവാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാ പാരൻസിനും ആ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. തിരിച്ചറിവ് വന്നെന്ന് വിചാരിക്കുന്നുണ്ട്. ആരുടെ ഭാഗത്താണ് തെറ്റ്, കുട്ടിക്കാണോ നമ്മക്കാണോ, ഇനി നമ്മൾ മുമ്പോട്ട് എന്ത് ചെയ്യണം എന്നത് തീർച്ചയായിട്ടും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ഹൈഡ് ആൻഡ് സീക്കിന്റെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്ത ഷഹാന മാമിന് നന്ദി പറയുന്നു. പിക്സലൻഡ് വേണ്ടിയിട്ട് നന്ദി പറയുന്നു. അതേപോലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്, തൻ്റെ കുഞ്ഞിന് മാറ്റം വരണം എന്നാഗ്രഹിച്ച് നമ്മുടെ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാ പാരൻസിനും പിക്സലൻഡ് പ്രതിനിധി ആയിട്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാവുന്നതാണ്. മാമും ഉണ്ടല്ലോ, ഷഹാന മാമും റസ്ല മാമും ഒക്കെ ഉണ്ട്. അപ്പോൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിനനുസരിച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? മാം, ഇപ്പൊ കുട്ടിയുമായിട്ട് നമുക്ക് അവിടെ സ്ഥാപനത്തിൽ അപ്പൊ വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ നെരുക്കുനി പാലോളിത്തായം
പാലരുത്തായാണ് നമ്മുടെ സെന്റർ ഇപ്പം നിലവിലുള്ളത്. അവിടെ നമ്മുടെ സാറിന്റെ നമ്പർ ഇതിൽ നമ്മുടെ ഗ്രൂപ്പിൽ തരും. ആ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക. അപ്പം ഓരോ കുട്ടിക്ക് നമ്മൾ ഓരോ ടൈമാണ് കൊടുക്കുക. ആ ടൈമിൽ കറക്റ്റ് ടൈമിൽ നിങ്ങൾ അവിടെ സെന്ററിൽ എത്തിച്ചേരുകയും കുട്ടിയെ അസസ്മെന്റ് ചെയ്തിട്ട് കുട്ടി ഏത് ലെവലാണെന്ന് മനസ്സിലാക്കുകയും ആ ലെവലിൽ നിന്ന് കുട്ടീനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. 100% നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട്. നിങ്ങളെ കുട്ടിയെ നമ്മൾ മാറ്റും. നിങ്ങൾ ഏത് ലെവലിലാണോ നിങ്ങളെ കുട്ടി എത്തണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ലെവലിലേക്ക് ഞങ്ങൾ നിങ്ങളെ കുട്ടിയെ മാറ്റി തരുന്നു. 100% ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നുണ്ട്. 13 വയസ്സായ കുട്ടിക്ക് പറ്റുമോ? ഓ 13 വയസ്സായ കുട്ടി 7ാം ക്ലാസ്. തീർച്ചയായിട്ടും ഇതിന് പ്രായമല്ല കേട്ടോ. ഈ ഒരു കാര്യത്തിന് സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിനൊരു പ്രായപരിധി ഇല്ല. ചിലപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. LD ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തന്നെ പാരന്റ്സിനും ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് സേവനങ്ങൾ ലഭിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? മാം, നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കട്ടോ. എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ട് ചോദിച്ചാലും മതി. നമ്മുടെ നമ്പർ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും.